വിശുദ്ധ കുർബാന അർപ്പിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ദൈവജനത്തെ പള്ളിയിൽ നിന്ന് അകറ്റി ഇല്ലിസിറ്റ് കുർബാന അർപ്പിച്ച് തിരുനാളുകൾ ആഘോഷിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മാവോ വിമത വൈദികരും മാവോ മുന്നേറ്റംകാരും. കുറച്ച് നക്കാപ്പിച്ച കാശും കുറച്ച് മദ്യവും ഒപ്പം സത്യവിശ്വാസികളുടെ ശാപവും ദൈവകോപവും അല്ലാതെ ഇതുകൊണ്ട് അവർ എന്താണ് നേടുന്നത്? ത്യാഗമോ ഉപവാസമോ യാഗമോ പോരാട്ടമോ ഒന്നുമില്ലാതെയും സഭയെ അനുസരിച്ച് വിശുദ്ധ കുർബാന പോലും അർപ്പിക്കാതെ വിശ്വാസികൾക്ക് യാതൊരുവിധ ആത്മീയ വളർച്ചയ്ക്കുള്ള സഹായവും നൽകാതെയും ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെയും ദൈവഹിതം പ്രാർത്ഥനയിലൂടെ അറിഞ്ഞ് തീരുമാനങ്ങൾ എടുത്ത് ദൈവത്തിനു വേണ്ടി ജീവിക്കാതെയും ആഡംബരവും സുഖപ്രദവും വേദന ഇല്ലാത്തതായ മതസൗഹാർദ്ദത്തിന്റെ പേരിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കാത്തതും സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ ലോകത്തിന് അരൂപരായ ജീവിതം ഫാദർ വട്ടോളി അടക്കമുള്ള വിമതർ നയിക്കുന്നത് കൊണ്ടാണ് അൽമായരുടെ വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും ബലം മെത്രാന്മാരും പുരോഹിതന്മാരും അന്യായമായി ആസ്വദിച്ച് സുഭിക്ഷമായി സുരക്ഷിതമായി ജീവിക്കുന്നു എന്ന് പറയുന്ന വിധത്തിൽ ഫാദർ വട്ടോളി അതംപതിച്ചു പോയത്. അനുസരണയില്ലാത്ത സാത്താന്റെ അടിമകളാണ് എറണാകുളത്തെ വിമതർ. ഒരു മാവോയിസ്റ്റുകാരുടെ ചിന്താഗതിയാണ് ഫാദർ വട്ടോളിക്കുള്ളത് എന്ന് രാജിക്കത്ത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഈശോ മരണം വരെ, അതെ കുരിശു മരണം വരെ അനുസരണ ഉള്ളവൻ തന്നെയായിരുന്നു. ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തി എല്ലാ കൊള്ളരുതായ്മകളും ചെയ്യുന്ന വിമതർ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുകയും എന്നാൽ തങ്ങൾ ചെയ്യുന്നതെല്ലാം ഈശോ ചെയ്തതാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്നു. കാപട്യ നാടക്കാരായ ഇവർ നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരല്ല. ഇവരെ ചേർത്ത് പിടിക്കുന്ന മേജറും വികാരിയും ഉൾപ്പെടെയുള്ള മെത്രാന്മാരും അങ്ങനെ തന്നെയാണ്. നാണയമാറ്റക്കാരെയാണ് ഈശോ അടിക്കാൻ ചാട്ടവാറെടുത്തത്. കൊരട്ടിപ്പള്ളി, മലയാറ്റൂർ പള്ളി, ഇടപ്പള്ളി പള്ളി, കാഞ്ഞൂർ പള്ളി, എറണാകുളം ബസിലിക്ക പള്ളി തുടങ്ങിയ പള്ളികളിൽ നിന്ന് പണം മോഷ്ടിച്ച വിമത വൈദികരെ കുറിച്ച് സത്യസന്ധൻ എന്ന് നടിക്കുന്ന ഫാദർ വട്ടോളിക്ക് ഒരു പരാതിയും ഇല്ലാത്തത് നാണയമാറ്റക്കാരായ ഇവരും ഫാദർ വട്ടോളിയും ഒരേ ആശയങ്ങൾ പേർന്നവർ ആയതുകൊണ്ട് തന്നെയാണ്. ഇലുമിനറ്റുകാരുടെ 1400 കോടി രൂപയിൽ ഏതാനും സിനഡ് മെത്രാന്മാരും എല്ലാ വിമതരും അൽമായ മുന്നേറ്റക്കാരും പങ്കുപറ്റിയിട്ടുണ്ട്. അതിനെക്കുറിച്ചും ഈ സത്യവാന് ഒരു പരാതിയില്ല. ഫാദർ വട്ടോളിയുടെ അതേ ചിന്താഗതിയാണ് എല്ലാ വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കും. അവർക്ക് യേശു എന്നാൽ മാവോയും കമ്മ്യൂണിസവുമാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു മാവോയിസ്റ്റിനെയും ദൈവത്തിലേക്ക് ഈശോയിലേക്ക് തിരിച്ച് നേർവഴിക്ക് നയിച്ചിട്ടില്ല. ദൈവമായിരുന്നിട്ടും യേശു അധികാരികളെ ധിക്കരിക്കുകയോ അവരെ അനുസരിക്കാതിരിക്കുകയോ ബലി അർപ്പിക്കാതിരിക്കുകയോ ദേവാലയത്തിൽ പോകാതിരിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാനും പറഞ്ഞിട്ടില്ല. മറിച്ച് അധികാരികളെ അനുസരിക്കാനും നേർച്ചകൾ കൊടുക്കാനും സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാനും ദൈവഭയത്തിൽ നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അധികാരം ദൈവത്തിൽ നിന്നാണ് എന്ന് ഈശോ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ മേജർ ആർച്ച് ബിഷപ്പിനെ ചവിട്ടി പുറത്താക്കുകയും പിന്നീട് വന്ന മേജർ ആർച്ച് ബിഷപ്പിനെ മൂലക്കിരുത്തി വികാരി ചമഞ്ഞ് ഭരണം നടത്തുകയും ചെയ്യുന്ന അധികാര ദുർവിനിയോഗം ചെയ്യുന്ന മെത്രാന്മാരെ കുറിച്ച് ഫാദർ വട്ടോളിക്ക് ഒരു പരാതിയില്ല. ഫാദർ വട്ടോളിയും വിമതന്മാരും അവരെ ചേർത്ത് പിടിക്കുന്ന മെത്രാന്മാരുമാണ് കർത്താവിൽ നിന്ന് അനേകായിരം പ്രകാശ ദൂരം അകലെയായിരിക്കുന്നത്.